ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല്ലവി കോടതിക്ക് മുന്നിൽ തൻ്റെ നിസ്സഹായാവസ്ഥ എല്ലാം പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞു ജഡ്ജി കേൾക്കുവാണ്. അതുപോലെ തന്നെ ഇന്ദ്രൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം പല്ലവി പറഞ്ഞു. ഇതെല്ലാം കേട്ട് അങ്ങനെ അതെല്ലാം പറഞ്ഞു. അതിനുശേഷം പല്ലവി അവിടെ സഹിച്ചും ക്ഷമിച്ചും കിടക്കുകയാണെങ്കിൽ പല്ലവിക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ നാളെ ആൾക്കാർ പറയുന്നത് എന്തിനാ കുട്ടി അതവിടെ സഹിച്ച് കിടന്നത്, അവൾക്ക് ഇറങ്ങി പോന്നൂടായിരുന്നോ എന്നാണ് സമൂഹം പറയുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. അപ്പോൾ ആ നിമിഷം നമ്മളെല്ലാവരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യം സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കിയവളാണ് ഈ ഞാനെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം നമ്മുടെ പല്ലവി ജഡ്ജിയോട് പറയുന്നു. ഞാൻ ഇറങ്ങിപ്പോകുന്നത് മരണം കിട്ടുമായിരുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണെന്നും എനിക്കതിൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല എന്നുള്ള കാര്യങ്ങളും പല്ലവി പറയാം. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഭയങ്കര വയലൻ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. മേഡം ഇതെല്ലാം കേട്ടുകൊണ്ടും ഇരിക്കുന്നു. ആ സമയത്ത് പിന്നെയെന്നും പറഞ്ഞിരിക്കുക നമ്മുടെ കാട്ടൂരൻ. ഞാൻ ഇപ്പോൾ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. ഇത്തരം ഒരു ആവശ്യങ്ങൾ പോലും ഉന്നയിക്കാൻ അവകാശമില്ലാത്ത ഹതഭാഗ്യരായ സ്ത്രീകൾക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പല്ലവി അങ്ങ് പറഞ്ഞു. പല്ലവി അങ്ങ് തകർക്കും കേട്ടോ കോടതിയിൽ കയറി. ഞാൻ ഒരാളല്ല, നിരവധിയായ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പല്ലവി ഇങ്ങനെ പറയുന്നുണ്ട്. കാട്ടൂരാനാണൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പം എനിക്കൊരിക്കലും ഇന്ദ്രജിത്തിനോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്നും അതുപോലെ എനിക്ക് ഡിവോഴ്സ് തരണം എന്ന് നമ്മുടെ പല്ലവി താഴ്മയായിട്ട് ആ മേഡത്തിനോട് യാചിക്കുവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാട്ടൂരൻ ചാടിക്കയറി ഐ ആം ഒബ്ജക്റ്റ് യുവർ ഓണർ എന്ന് പറഞ്ഞു. അപ്പോൾ യെസ് പറഞ്ഞോളാൻ മേഡം, ഇന്ദ്രജിത്തിനൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് എൻ്റെ എതിർകക്ഷി പറയുന്നത് ഞാനിവിടെ കേട്ടു. ആ ഒരു വാദം ഇവിടെ പ്രസക്തമല്ല എന്ന് ഞാൻ പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കാട്ടൂരാൻ കയറിയിടയ്ക്ക്. അപ്പോഴേക്കും ഇന്ദ്രൻ ഇങ്ങനെ പ്രതീക്ഷകളോടുകൂടി നോക്കുക. അപ്പോൾ എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാട്ടോ. കാരണം ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടേയില്ല. ഏതാനും മണിക്കൂറുകൾ പോലും ഒരുമിച്ചുണ്ടാവാത്ത ഒരു ദാമ്പത്യത്തെ എങ്ങനെയാണ് ഇവർ ഓണർ സഹവാസം അതങ്ങനെയായി കണക്കാക്കുക എന്നുള്ള കാര്യം ചോദിക്കുന്നു ഈ കാട്ടൂരൻ. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മേഡം അവിടെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കാം. കൂടെ ജീവിക്കാത്ത ഒരാളിൽ നിന്ന് വിടുതൽ വേണമെന്ന് എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ കഴിയുക എന്ന് കാട്ടൂരൻ അവിടെ നിന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഊർമിളയൊക്കെ ആകെ ടെൻഷനായി. ഈ കൂടെ ജീവിക്കുന്നതിൻ്റെ കാലാവധി എത്രയാണ്, അതിൻ്റെ മാനദണ്ഡം എന്താണ്, ഈ ഒരു കേസിൽ വിധി പറയുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണെന്നും പറഞ്ഞ് കാട്ടൂരാൻ അവിടെ ഇരിക്കുമ്പം ഒരു മിനിറ്റ് കൂടുതൽ ജീവിച്ചാൽ പോലും ആ ജീവിതം നരകമാണെങ്കിൽ അതിൽ നിന്നൊഴിയാനുള്ള അവകാശം ഒരു വ്യക്തിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പല്ലവി അന്നേരം അവിടെ നിന്ന് നമ്മുടെ മേഡത്തിനോട് പറഞ്ഞു. അപ്പോഴേക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു സന്തോഷമൊക്കെ ആയി. ജീവിതം ഒരിക്കലും ഒരു പരീക്ഷണ വസ്തുവല്ല എന്നും പുതിയ തലമുറകളെ സ്ത്രീകൾ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നതും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവി കസറി കയറുക. കാട്ടൂരാനും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. സതി പോലെയുള്ള ദുരാചാരങ്ങളെ തട്ടി തകർത്തുകൊണ്ടാ ഇന്ത്യൻ സ്ത്രീത്വം മുന്നേറിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് പല്ലവി കാര്യങ്ങൾ വളരെ വ്യക്തമായി അങ്ങ് പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് എനിക്ക് ഇന്ദ്രജിത്തിൽ നിന്നും ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി വാവിട്ട് അവിടെ നിന്ന് കരയുക. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് അലിഞ്ഞു പോവുകയാണ്. ആ മേഡത്തിൻ്റെ മനസ്സ് വരെ വല്ലാണ്ടായി. മേഡം എന്നിട്ട് അവിടെ നിന്ന് ഇടയ്ക്ക് എഴുതി. അതെല്ലാം കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ പല്ലവിയും സേതുവും കൂടി ഇറങ്ങി വരുമ്പോൾ ഇന്ദ്രൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുക. പല്ലവി വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭീഷണി എനിക്ക് പേടിയാകുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ എത്ര ധൈര്യത്തോടെ ഇരുന്നതെന്ന്? പറയാനുള്ളതൊക്കെ ഞാൻ കോടതിയുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഇനി സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്നും പല്ലവി പറഞ്ഞു. അപ്പം നീ ഇതിനെ അനുഭവിക്കുവടി. അപ്പം എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് മിസ്റ്റർ ഞാനിന്ന് ഇവിടെ വന്ന് മൊഴി കൊടുത്തിരിക്കുന്നത്. തൻ്റെ ഭീഷണിക്ക് മുന്നിൽ പതറുന്നൊരു പല്ലവിയൊക്കെ ഉണ്ടായിരുന്നു. ആ പല്ലവി ഇപ്പം ഇല്ല എന്ന് നമ്മുടെ സേതുവിൻ്റെ മുന്നിൽ വെച്ച് പല്ലവി പറയുമ്പം നിൻ്റെ അനിയത്തി എൻ്റെ വീട്ടിലാണെന്നുള്ള കാര്യം മറക്കരുത് എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ മറക്കുകയും ഇല്ല. ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യ്. എന്ത് ചെയ്താലും പല്ലവിയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല എന്നും ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ലാതിരുന്നതല്ലേ, പരസ്പരം ഒത്തുപോകാൻ പറ്റാത്തൊരു ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം തന്നെ നിങ്ങൾ എനിക്ക് ഡിവോഴ്സ് തന്നാൽ മതിയായിരുന്നല്ലോ, ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചു പല്ലവി. നിങ്ങളത് ചെയ്തില്ല. വാശി കാണിക്കാനായിട്ടായിരുന്നു മുൻതൂക്കം നിങ്ങൾക്ക്. ആണുങ്ങളുടെ വാശിക്ക് മുന്നിൽ വഴങ്ങുന്ന പെൺകുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞു പോയി മിസ്റ്റർ ഇന്ദ്രജിത്ത്. അതൊന്നും ഇപ്പം നിങ്ങൾ കണക്കാക്കണ്ട. ഇന്നത്തെ പെൺകുട്ടികളെ ആത്മാഭിമാനമുള്ളവരാ, ധൈര്യമുള്ളവരാ. അവരെ തോൽപ്പിക്കാനേ സ്നേഹം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നും നിർഭാഗ്യവശാൽ
അത് നിങ്ങൾക്കില്ലാതായിപ്പോയി. ഇപ്പം ആരുടെ തെറ്റാണെന്നൊക്കെ നമ്മുടെ പല്ലവി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് പല്ലവി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. പല്ലവി നല്ല തൻ്റെ ഇടത്തോടെ നെഞ്ചു വിരിച്ച് ഇറങ്ങി പോകുമ്പോൾ, ഒരിക്കൽ എന്നോട് നീ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് സേതു ഇന്ദ്രനോട് ചോദിച്ചു. യോഗമില്ലാതെ പോകുന്നതേ ആർക്കാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളടാ എന്ന് സേതു ഇന്ദ്രനോട് പറഞ്ഞു. അപ്പോൾ തോറ്റു നിൽക്കുന്നവൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ദ്രൻ്റെ മുഖത്ത്. കോടതി ഡിവോഴ്സ് അനുവദിക്കും, നീ പുറത്തും ഞാൻ അകത്തും ആകുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു അവിടെ നിന്ന് അങ്ങ് പോയി. നീ നോക്കിയിരുന്നോളാൻ പറഞ്ഞിട്ട്. അവൾ പറഞ്ഞ ആ സ്നേഹം ഉണ്ടല്ലോ, അത് ഞാൻ കൊടുക്കും അവൾക്കെന്നൊക്കെ പറഞ്ഞിട്ട് സേതു ഇങ്ങനെ പറഞ്ഞിട്ട് പല്ലവിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ മീശയൊക്കെ പിരിച്ചിങ്ങനെ അവിടെ നിൽക്കും കേട്ടോ. പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ആ ദേഷ്യം പാറുവിനോട് തീർക്കോ സേതു കേട്ടോ എന്നൊരു പേടിയുണ്ട് പല്ലവിക്ക്. അപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ പേടിയൊന്നും തനിക്കിനി വേണ്ടടോ. ഇന്ദ്രൻ എന്ന അധ്യായം എന്നേക്കുമായിട്ട് അടയും. ഇനി അയാളില്ല എന്ന് സേതു പല്ലവിയോട് പറയാം. വന്നേന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോണു. ഈ സമയത്ത് നമ്മുടെ ഇന്ദ്രൻ അവിടെ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ഇതിലിരിക്കാം. പിന്നെ ഇവർ നേരെ പോകുന്ന ഊർമിളയുടെ അടുത്തേക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതിയിലെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. കഴിഞ്ഞ തവണ പല്ലവി ഹാജരാകാതിരുന്നപ്പോൾ കേസ് തോറ്റുപോയി എന്ന് തന്നെ ഞാൻ ഓർപ്പിച്ചതാണെന്നും, പിന്നെ പക്ഷേ എൻ്റെ എല്ലാ പേടികളും ഇല്ലാതാക്കിക്കൊണ്ട് പല്ലവി ഇന്ന് നന്നായി സ്വന്തം സങ്കടം കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ള കാര്യം ഊർമിള പറയൂ കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ സേതുവിനും. ആ ഇംപ്രസ് ഒരു പെൺകുട്ടിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം തന്നെ എല്ലാ കാര്യങ്ങളും പല്ലവി അവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, ചെയ്തു എന്നും ഊർമിള പറയുക. പല്ലവിക്കും സേതുവിനും ഒരു നേരിയ ആശ്വാസമായി. അപ്പോൾ സേതു പറഞ്ഞു, ഇനി അറിയേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കേസ് നമ്മൾ ജയിക്കോ ഇല്ലയോ എന്നുള്ളതെന്നൊക്കെ നമ്മുടെ സേതു ചോദിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, ജയിക്കുമെന്ന് 100% ഉറപ്പല്ലേ എന്ന് നമ്മുടെ ഊർമിള അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്വാസം നേരെ വീണു സേതുവിന്. ഇനി അങ്ങോട്ട് സന്തോഷമാണ് എന്ന്. അപ്പോൾ ഇനി അടുത്ത ഹിയറിങ്ങിന് ഇന്ദ്രജിത്തിനെ വിസ്തരിക്കുമെന്നും അയാൾക്ക് പറയാനുള്ളത് കൂടി കോടതി കേൾക്കുമെന്നും അതിൽ കൂടുതൽ എന്താണ് അയാൾക്ക് പറയാൻ പറ്റുക എന്നുള്ള കാര്യവും ചോദിച്ചു. അയാൾ എങ്ങനെയൊക്കെ അയാളുടെ ഭാഗം അവതരിപ്പിച്ചാലും പല്ലവിയുടെ ഭാഗത്തെ കോടതി നിൽക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഊർമിള പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ കുറച്ചൊന്ന് ആശ്വാസമായി ഇവർക്ക്. അതിനുള്ള മരുന്നൊക്കെ പല്ലവി നിട്ട് പോയിട്ടുണ്ട്. അതും മതി. ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഞാൻ ഹാപ്പിയാണെന്നും എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറം പല്ലവി പെർഫോം ചെയ്തു എന്നും പറഞ്ഞു. അപ്പം നിങ്ങളൊക്കെ തന്ന ധൈര്യമാണ്, അതില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു എന്ന് പല്ലവി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇന്ദ്രൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് ആ ഒരു വിധത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളും പല്ലവി ഇങ്ങനെ പറഞ്ഞു, തൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു. പിന്നെ ആ ഭീഷണിക്ക് മുന്നിൽ തളർന്നു പോയി എന്നെ പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചതേ നിങ്ങളൊക്കെ കൂടിയാണെന്ന കാര്യങ്ങളും പല്ലവി പറയൂ കേട്ടോ. അതുകൊണ്ട് ഇന്ന് കോടതിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാണെന്നും അല്ലാതെ എനിക്ക് അവകാശപ്പെട്ടതൊന്നും അല്ല എന്നും പല്ലവി ഇങ്ങനെ അവിടെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സേതു, അവകാശമൊക്കെ ആരുടേതും ആവട്ടെ, നന്നായി പറഞ്ഞോ ഇല്ലയോ, അതല്ലേ ഇതിൽ പ്രധാനം. പല്ലവി അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും സേതു ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവരെല്ലാവരും നന്നായി സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അല്ല, പല്ലവിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞല്ലോ, ഇനി കോടതിക്ക് മുന്നിൽ പല്ലവിക്കൊന്നും പറയേണ്ടി വരില്ലല്ലോ അല്ലേ എന്ന് സേതു ചോദിച്ചപ്പം സാധാരണഗതിയിൽ വരില്ല, ഇന്ദ്രൻ്റെ വിചാരണ നടക്കാനിരിക്കെ ചിലപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് വേണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ പേടിക്കാനൊന്നുമില്ല എന്ന് ഊർമിള പറയാം. നമ്മുടെ പാർട്ട് അത് കഴിഞ്ഞു, അത് ഗംഭീരമായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു എന്നും ഊർമിള പറഞ്ഞു. താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇനി വിധി, അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങാൻ പോവാ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി. അങ്ങനെ അവരുടെ സംസാരം എല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കാട്ടൂരാൻ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ഇന്ദ്രൻ, പറയടോ എന്താണോ ഇന്ന് നടന്നത്, എന്താവും കേസിൻ്റെ ഗതി, പറ, കേസ് നമ്മൾ ജയിക്കുമോ തോക്കുവോടോ എന്നൊക്കെ ചോദിച്ച് ഇന്ദ്രൻ ദേഷ്യപ്പെടുമ്പോൾ അത് പിന്നെ അതെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ വളച്ച് കേട്ടോ ഒറ്റ വാക്കിൽ ഉത്തരം പറ, തോക്കുവോ ജയിക്കുമോ? അപ്പം തോൽക്കും എന്ന് കാട്ടൂരാൻ ഇന്ദ്രനോട് പറഞ്ഞു. ഇന്ദ്രൻ അങ്ങോട്ട് കിടന്ന് വെകിളി കൊള്ളാൻ തുടങ്ങി. അതിനാണ് സാധ്യത കൂടുതൽ എന്നും കാട്ടൂരാൻ ഇന്ദ്രനോട് പറഞ്ഞു. പല്ലവിക്ക് സ്വന്തം ഭാഗം നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ള കാര്യം പറയുമ്പോൾ തോറ്റാ പിന്നെ എങ്ങനെയാണോ ഞാൻ അവളുടെ മുഖത്ത് നോക്കുക എന്ന് ഇന്ദ്രൻ ചോദിച്ചു. എൻ്റെ കൺമുന്നിൽ കൂടി അവൻ്റെ കൈയും പിടിച്ച് അവൾ നടന്നു പോകുന്നത് ഞാൻ എങ്ങനെ സഹിക്കൂടെ കോട്ടൂരാനേ എന്നൊക്കെ ചോദിച്ചു. ഓഹോ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇന്ദ്രൻ നിൽക്കുമ്പം സഹിച്ചല്ലേ പറ്റൂ എന്ന് കാട്ടൂരാൻ ഇന്ദ്രനോട് ചോദിച്ചു. ഇന്ദ്രന് ഭയങ്കര കലിപ്പ്, എന്ത് ചെയ്യണമെന്ന് ഇന്ദ്രനൊരെത്തും പിടിയില്ല. സ്വന്തം അനിയൻ തനിക്കെതിരെ മൊഴി കൊടുത്തതാണ് ഏറ്റവും വലിയ വിനയായിപ്പോയത്. നമ്മൾ ആ ചതി മുൻകൂട്ടി കാണണമായിരുന്നു, എന്നിട്ടത് തടയണമായിരുന്നു. അതിന് നമുക്ക് പറ്റിയില്ല എന്ന് കാട്ടൂരാൻ തലയൂരാനായിട്ട് നോക്കും. ഇപ്പം ആകെ നാണക്കേടായി പോയതോടോ. അമ്മ ഇനി എന്നെ കളിയാക്കും. ഓ, അവൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുക അമ്മ. അമ്മയോട് ഇനി ഞാൻ എന്താ പറയാ, എന്ത് പറഞ്ഞ് ഞാൻ അമ്മയെ സമാധാനിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ എന്തിനും ചോദിക്കുമ്പോൾ
അമ്മയെ സമാധാനിപ്പിക്കാനാണെങ്കിൽ വേറൊരു പെണ്ണ് കെട്ടിയാൽ പോരെ എന്ന് കാട്ടൂരാൻ ചോദിച്ചു. വേറെ പെണ്ണോ? ദേ പല്ലവിക്ക് പകരോ? ഒരിക്കലും ഇല്ലടോ. ഓ എനിക്ക് പറ്റില്ല. പെണ്ണുങ്ങളെ കാണാത്തവനൊന്നും അല്ല ഞാൻ. എൻ്റെ ഗേൾ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതി വെക്കണമെങ്കിൽ 200 തികഞ്ഞൊരു ബുക്ക് വേണ്ടി വരും. എടോ പല്ലവി അതുപോലെയൊന്നും അല്ലടോ. തനിക്കറിയില്ല. എന്താ ഞാൻ പറയാം അവളെ പറ്റി? ഈ തുളസിക്കതിരിൻ്റെ പരിശുദ്ധി അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് പല്ലവി. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ തുളസിക്കതിരിനെ ഒടിച്ചു കളഞ്ഞതെന്ന് കാട്ടുവരാൻ ഇന്ദ്രനോട് ചോദിച്ചു. അല്ല, ഓടിച്ചു വിട്ടതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓടിച്ചതല്ലല്ലോ, ഓടിപ്പോയതല്ലേ ഇന്ദ്രൻ. കുറച്ച് ക്ഷമ കാണിക്കായിരുന്നു, എനിക്ക് പറ്റിപ്പോയി എന്നും പറഞ്ഞു ഇന്ദ്രൻ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഓ കോടതി എന്തായാലും ജാമ്യം അനുവദിക്കുമെന്നല്ലേ വക്കീൽ പറഞ്ഞത്. നോക്കാം എന്താ വേണ്ടതെന്ന്. മറ്റെന്തെങ്കിലും വഴിയിലൂടെ കേസ് ജയിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ. അപ്പോൾ അതേത് വഴിയാ എന്ന് ഈ കാട്ടുവരാൻ ചോദിച്ചു. അതൊക്കെ ഒരു വഴിയുണ്ട്. ആ ഒരു വഴിക്ക് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. ഒന്നുറപ്പിച്ചോ വക്കീലേ? അവസാന നിമിഷം വരെ ഈ കേസ് ജയിക്കാൻ ഇന്ദ്രൻ പോരാടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിക്കുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് രാജലക്ഷ്മിക്ക് കിടന്നിട്ടേ ഉറക്കം വരുന്നില്ല. വിശപ്പിൻ്റെ വിളി. അങ്ങനെ പതുക്കെ പമ്മി പുള്ളിക്കാരി എഴുന്നേക്കുക. എൻ്റെ ദൈവമേ, ഞാൻ എഴുന്നേറ്റ് വന്ന് ഇവളൊന്നും കാണല്ലേ എന്ന് പറഞ്ഞ് പതുക്കെ ചെന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഫുഡ് എടുത്ത് ഇങ്ങനെ പാറു കാണുന്നുണ്ടോ എന്ന് നോക്കി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പാറു കൃത്യത്തിന് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. വന്നപ്പോൾ പാറു കാണുന്നത് ദേ അമ്മ 2 കാലയിൽ നിവർന്ന് നിൽക്കുന്നതും ഈ ഭക്ഷണം എടുത്ത് കഴിക്കുന്നതുമാണ്. ഇത് കണ്ട പാറുവിന് കാര്യം മനസ്സിലായി. പാറുവിന് ഭയങ്കര കലിപ്പ്. പാറു വന്നിട്ട് പമ്മി അപ്പുറം ചെന്ന് മാറി നിന്ന് ഇതൊക്കെ നോക്കുക. എന്നിട്ട് വിശ്വനെ വിളിച്ചു. വിശ്വ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. അവിടെ ഒരു കള്ളിയോ അമ്മ ദൈവം വന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കുമോ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അടുക്കളയിലിരിക്കുന്ന ഭക്ഷണം എടുത്ത് പമ്മി അമ്മ പോകുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയുമ്പം അപ്പം അമ്മയുടെ കാലിൻ്റെ വേദനയോ? കാലിന് വേദനയൊക്കെ ഉണ്ടായിരുന്നോ? അതമ്മ വെറുതെ പറഞ്ഞതാണോ എന്ന് പാറ ചോദിക്കും കേട്ടോ. വെറുതെയൊക്കെ പറയുമോ? അതെന്തിനാ അങ്ങനെ പറയുന്നേ? എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായിട്ട്. ഓ അത് അപ്പം അത് ശരി. അപ്പം അതാണല്ലേ അമ്മയുടെ മനസ്സിൽ എന്ന് വിശ്വനും ചോദിക്കാം. എന്നെ പറ്റിച്ചതാണെങ്കിൽ ഇത് ശരിയല്ല വിശ്വ. വീട്ടിൽ പണിയൊന്നും എടുക്കാതെ മാറി നിൽക്കുന്ന ടൈപ്പൊന്നും അല്ല ഞാൻ. പിന്നെ എന്തിനാ ഇങ്ങനൊരു കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി എൻ്റെ അടുത്ത് ഡ്രാമ കളിക്കുന്നത്? ഇതിൻ്റെ സത്യം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പാറു അങ്ങ് പറഞ്ഞു. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്മ അഭിനയിക്കുകയാണെങ്കിൽ ഒട്ടും പറ്റില്ല എന്ന് വിശ്വം പറഞ്ഞു. ആ സമയത്ത് അതൊക്കെ എനിക്ക് വിട്ടേക്ക്. എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു പാറു അങ്ങ് പോകണം. ഇന്നത്തോടുകൂടി കള്ളക്കളി ഞാൻ പൊളിക്കുമെന്നും പറഞ്ഞു. അപ്പം ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് എന്താണെന്ന് വെച്ചാൽ താൻ ആയിക്കോളാം ഈശ്വരനും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാറു അങ്ങ് പോവുക. 2 പേരും ഹാപ്പി ആയിട്ട് നിൽക്കുക. അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് വയറ് പറഞ്ഞപ്പോൾ എന്തൊരാശ്വാസം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ കിടക്കുക നമ്മുടെ രാജലക്ഷ്മിയെ. അപ്പോഴാണ് പാറു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് ഒച്ച കേൾപ്പിച്ചു. അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച് കാലൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒച്ച കേട്ടപ്പോഴത്തേനും കാലെടുത്ത് മാറ്റി വെച്ചു. അമ്മ റെസ്റ്റ് എടുക്കുവാണോ അമ്മേ? അതെ മോളെ റെസ്റ്റ് എടുക്കുക. എഴുന്നേച്ച് നിൽക്കണമെന്നും നടക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്, ഒന്നിനും കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയം. അമ്മയുടെ ഈ അവസ്ഥ കാണുമ്പോഴേ എനിക്ക് എന്തുമാത്രം സങ്കടം തോന്നുന്നുണ്ടെന്ന് അറിയാവോ എന്ന് പാറു. ആണോ മോളെ? ആണോ? മോളുടെ നല്ല മനസ്സാ, അതുകൊണ്ടാണ് മോൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതെന്നും പറഞ്ഞ് രാജലക്ഷ്മി. പിന്നെ അമ്മേ, അതെ അമ്മ ഈ ഒരു അക്യുപൻസി ചികിത്സയെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നാൽ ഗംഭീര ചികിത്സയമ്മേ, ഏതൊരു അസുഖവും ആ ചികിത്സ കൊണ്ട് മാറുമെന്ന് പറഞ്ഞു. ആണോ മോളെ? കൊള്ളാമല്ലോ. അത്ഭുതകരമായ റിസൾട്ടാണ് ആ ഒരു ചികിത്സയ്ക്കുള്ളത്. ഭാഗ്യവശാൽ ഞാനത് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ പാറു. ഞാനിപ്പോൾ അമ്മയുടെ അടുത്ത ചികിത്സ ചെയ്യാൻ തുടങ്ങുകയെന്ന് പറഞ്ഞു. അല്ല മോളെ, അതൊക്കെ വേണോ എന്ന് ചോദിച്ചു. വേണം. എത്ര ദിവസമായി പാവം അമ്മ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അസുഖമൊക്കെ മാറണ്ടേ അമ്മേ? അല്ല മോളെ, ഈ ചികിത്സ കൊണ്ട് മുഴുവനായിട്ടൊക്കെ മാറുമെന്നാണോ മോള് പറയുന്നത്? പിന്നെ അല്ലാതെ ഉറപ്പായിട്ട് മാറുമേ. അമ്മ പഴയതുപോലെ എഴുന്നേറ്റ് ഓടുമ്മ കണ്ടോളാൻ പറഞ്ഞു. ആണോ? നല്ല ഇപ്പം ഞാൻ കാണിച്ചു തരാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു ഒരു ടിന്നിൽ നിന്നൊരു സാധനം എടുത്തു. ഇതെന്താ മോളെ? ഇത് മൊട്ടുസൂചിയോ? ഇതെന്തിനാ? അമ്മയുടെ ശരീരത്തിൽ അടിക്കാനാണെന്ന് പാറു പറഞ്ഞു. ശരീരത്തിൽ അടിക്കാനോ? മൊട്ടുസൂചിയോ? അപ്പോൾ പിന്നെ വേദനിക്കത്തില്ലേ? എൻ്റെ അമ്മേ, രോഗമുള്ള സ്ഥലത്ത് ഈ സാധനം ആക്ടിവേറ്റ് ചെയ്യണ്ടേ? ഡെഡ് സെൽസ് ആണെങ്കിൽ വേദനിക്കില്ലെന്നേ. അമ്മയുടെ ഡെഡ് സെൽസ് അല്ലേ, അപ്പോൾ വേദനിക്കേ ഇല്ല എന്ന് നമ്മുടെ പാറു അങ്ങ് പറഞ്ഞു. അല്ല മോളെ, എന്നാലും ഇത് വേണ്ട മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വൻ അങ്ങോട്ടേക്ക് വന്നു. വേണോ അമ്മയെന്ന് പാറു. പെട്ടെന്ന് മാറണ്ടേ വിശ്വ? ഇതൊന്നും വേണ്ടാന്ന് പറയടാ. അപ്പോൾ അമ്മേ, നല്ല ചികിത്സാ സമ്പ്രദായം അമ്മേ, അമ്മയ്ക്ക് ഇത് ബെസ്റ്റ് ആയിരിക്കും എന്ന് വിശ്വനും അങ്ങ് പറഞ്ഞു. ആണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കും വിശ്വ.
എന്ന് നമുക്ക് തുടങ്ങിയാലോ അമ്മേ? അല്ല പിന്നെ മോളെ അത് പിന്നെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേച്ചിയുടെ കാലയിൽ മുട്ട സൂചി അടിച്ച് കയറ്റാൻ വേണ്ടി പാറു ഒരുങ്ങുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായി നമ്മുടെ രാജലക്ഷ്മി അവിടെ ഇരിക്കുക. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.